ഹായ് എളുപ്പം പ്രതിച്ഛായ കണ്ടു. എന്നെ സംബന്ധിച്ച് 2.25 മണിക്കൂർ തിയേറ്ററിൽ എ സിയിലിരുന്നു എന്നല്ലാതെ ഈ ചൂടായതുകൊണ്ട് തന്നെ അതല്ലാതെ വേറൊരു ഗുണവും ഈ സിനിമ കണ്ടിട്ട് എനിക്ക് തോന്നിയില്ല. 250 രൂപ എൻ്റെ പോയി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഉണ്ണികൃഷ്ണനാണ് ഡയറക്ടർ. പുള്ളിയുടെ ഇതിന് മുന്നുള്ള സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്നാൽ അത്രയും തരം താഴാത്തൊരു സിനിമയാണിതെന്ന് എനിക്ക് തോന്നി. പിന്നെ 2.25 മണിക്കൂറുണ്ട് പടത്തിൻ്റെ ഡ്യൂറേഷൻ. ഈ 2.25 മണിക്കൂറിനുള്ള എന്തെങ്കിലും ഒരു സംഭവം പടത്തിൻ്റെ അകത്ത് വേണം. നമ്മൾ ഒരുപാട് കണ്ടുമടുത്ത അതേ പ്രമേസ്, അതിൻ്റെ തന്നെ വീണ്ടും ഒരു എക്സിക്യൂഷൻ, അതിലാവശ്യത്തിലധികം മെലോ ഡ്രാമ കുത്തിക്കയറ്റി ഒരാവശ്യവും ഇല്ലാതെ വലിച്ചു നീട്ടിപ്പോയ ഒരു മൂവി ആയിട്ട് എനിക്ക് തോന്നി. ഫസ്റ്റ് ഹാഫൊക്കെ എങ്ങനെയൊക്കെയോ, അതായത് എഴഞ്ഞ്, അതായത് ഇപ്പം നമ്മൾ ഒരു ലൂസിഫറിൻ്റെ ഒരു മീഷോ വേർഷൻ അങ്ങനെ വേണമെങ്കിൽ പറയാം. അതായത് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോഴാണ് പി കെ രാമദാസ് ഒന്ന് മരിച്ചത്. പിന്നെ ജതിൻ രാംദാസ് വരുന്നു, എന്നിട്ട് പിന്നെ പി കെ രാംദാസിൻ്റെ സ്കാൻഡലും കാര്യങ്ങളും ഒക്കെ റെഡിയാക്കുന്നു. അങ്ങനത്തെ പോകുന്നൊരു പടം. അതായത് കഥയും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, ഒരുപാട് കണ്ടുമടുത്ത സിനിമ. അതുകൊണ്ട് തന്നെ എനിക്ക് പ്രത്യേകിച്ച് യാതൊരു ഇമ്പാക്റ്റും തോന്നിയില്ല. ഇത് 250 രൂപ കൊടുത്ത് തിയേറ്ററിൽ കാണണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. സത്യം പറയാം, നിങ്ങൾ ഈ ഡയറക്ടേഴ്സ് ആക്ച്വലി നമ്മുടെ 2.25 മണിക്കൂർ തിയേറ്ററിൽ ഒരു സിനിമ ആണ് വരുന്നത്. ആക്ച്വലി എന്തെങ്കിലും ആ പടത്തിൻ്റെ അകത്ത് വേണ്ടി, ഇതൊന്നും ഇല്ലാതെ ചുമ്മാ കുറേ മെലോ ഡ്രാമ കുത്തിക്കയറ്റി കാണിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ അത്ര നേരം എങ്ങനെ ഇരിക്കുമെന്ന്, വെറുതെ ബോറടിപ്പിച്ചൊരു മൂവി. എനിക്ക് പേഴ്സണലി ഇത് ഒരിക്കലും ഞാൻ തിയേറ്ററിൽ പോയി കാണാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. OTT വരുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കാണാം, അല്ല അല്ലെങ്കിൽ ഐ വുഡ് ഇഗ്നോർ ദിസ്.